ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് പ്രധാനമായി സെറ്റ് ചെയ്യേണ്ട ഒരു സെറ്റിംഗ് ആണ് ഫ്രെയിം റേറ്റ്. ഈ ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്ത ശേഷമായിരിക്കണം നമ്മളുടെ വീഡിയോ എടുക്കുന്നത്. നമ്മളുടെ ഈ ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ക്യാമറയിലെ വീഡിയോയിലേക്ക് പോവുക. വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ മെനുവിൽ ഫസ്റ്റ് സബ് മെനുവിൽ തന്നെ മൂവി റെക്കോർഡിംഗ് സൈസ് ഉണ്ട്. ഈ മൂവി റെക്കോർഡിംഗ് സൈസിൽ നമുക്ക് Canon 200Dയിൽ 5 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് 4K 25 frames per second. സെക്കൻഡ് ഓപ്ഷൻ ഫുൾ HD 50 frames per second. തേർഡ് ഓപ്ഷൻ ഫുൾ HD 25 frames per second. ഫോർത്ത് ഓപ്ഷൻ ഫുൾ HD 25 frames per second ലൈറ്റ് ആൻഡ് HD 50 frames per second. ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഏത് ഫ്രെയിംസ് പെർ സെക്കൻഡാണ് തിരഞ്ഞെടുക്കേണ്ടത്? 4K തിരഞ്ഞെടുക്കണമോ, HD തിരഞ്ഞെടുക്കണമോ, ഫുൾ HD തിരഞ്ഞെടുക്കണമോ? ആ സെറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ നമ്മുടെ ക്യാമറ എത്ര ഫ്രെയിംസ് ക്യാപ്ചർ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ നമ്മുടെ ക്യാമറ 25 പിക്ചർ എടുത്ത് ഒരു സെക്കൻഡിൽ അതൊരു വീഡിയോ പോലെ സ്റ്റിച്ച് ചെയ്യുന്നതിനാണ് 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഈ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ 25 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സെറ്റിംഗ്. ഇതിനെ സിനിമാറ്റിക് സെറ്റിംഗ് ആണ് സാധാരണ പറയുന്നത്. വളരെ സാധാരണ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഈ സെറ്റിംഗ് വെച്ച് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്നാൽ ഏതെങ്കിലും വീഡിയോയുടെ ഒരു പോർഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് സ്ലോ മോഷനായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷന് ഒരു 50 ഫ്രെയിംസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എടുക്കുക. അതിനുശേഷം അത് 25 ഫ്രെയിംസിലേക്ക് മാറ്റുമ്പോൾ, അതായത് സ്ലോ മോഷനാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ അത് 25 ഫ്രെയിംസിലേക്ക് വന്നാലും വളരെ സ്മൂത്തായിട്ടുള്ള സ്ലോ മോഷനായിട്ട് ലഭിക്കും. ചിലർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നമുക്കെല്ലാം അങ്ങ് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എടുക്കരുത് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ 60 ഫ്രെയിംസ് പെർ എടുക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഒന്ന് സൈസ് കൂടും, രണ്ടാമത് ഈ 24 ഫ്രെയിംസ് പെർ സെക്കൻഡിൻ്റെ ആ സ്മൂത്ത്നെസ് ഒരു പക്ഷേ നിങ്ങൾക്ക് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ കിട്ടാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ഷന് വളരെ ഹൈലൈറ്റഡ് ആയിട്ട് സ്ലോ മോഷനിൽ കാണിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ 50 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഫുൾ HD എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഫ്രെയിം റേറ്റ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ കൂടെ ഈ മെനുവിൽ തന്നെയുണ്ട്. അത് HD, ഫുൾ HD, 4K ഇങ്ങനെ മൂന്നായിട്ട് നമ്മുടെ സാധാരണ ഈ Canon 200Dയിലൊക്കെ ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. ഫ്രെയിം റേറ്റിനോടൊപ്പം തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഈ ഫുൾ HDയും 4Kയും HDയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം പിക്സൽസ് ആ ഒരു ഫ്രെയിമിലുണ്ടായിരിക്കുമോ അതിനെയാണ് ഈ ഫുൾ HD, 4K ആയിട്ട് തിരിക്കുന്നത്. 4Kയിൽ കൂടുതൽ പിക്സൽസും അതിനെക്കാട്ടിൽ കുറവ് ഫുൾ HDയിലും അതിലും കുറവ് HDയിലുമാണ്. SD എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഇപ്പം ആരും യൂസ് ചെയ്യാറില്ല. ഈ 4K എടുത്തു കഴിഞ്ഞാൽ 4K പ്ലേ ചെയ്യാവുന്ന മോണിറ്ററിലോ TV-യിലോ ഇട്ടാൽ മാത്രമേ ആ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. 4Kയും ഫുൾ HDയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് അത് റെക്കോർഡ് ചെയ്യാനുള്ള ഹൈ സ്പീഡ് റെക്കോർഡ് ചെയ്യാനുള്ള കാർഡ് ഉപയോഗിക്കണം. രണ്ടാമത് ഒരു ഫുൾ HD വീഡിയോയും ഒരു 4K വീഡിയോയും തമ്മിൽ സൈസിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 4Kയിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഷൂട്ടിംഗ് ടൈം, ആ സ്റ്റോറിങ് കുറയുന്ന കാരണം നമ്മുടെ ഷൂട്ടിംഗ് ടൈം വളരെ കുറയും. പക്ഷേ കുറേ കൂടെ ക്ലാരിറ്റിയും കുറേ കൂടെ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈസ് കൂടുതലുള്ള മോണിറ്ററിലൊക്കെ 4K ആയിരിക്കും കുറേ കൂടെ ക്ലാരിറ്റിയും നോയ്സ് കുറവായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നത്. ഒരു ഫുൾ HD തന്നെ ധാരാളം മതിയാവും. നമ്മളുടെ യൂട്യൂബിനൊക്കെ ഫുൾ HD ധാരാളം മതിയാവും. സോ ഫുൾ HD 25 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ വീഡിയോ എടുക്കുക. സ്പീഡ് കൂടുതലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ സ്ലോ മോഷനിൽ കാണിക്കുകയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ 50 ഫ്രെയിംസ് പെർ സെക്കൻഡോ, ഇതിൽ നമുക്ക് 50 ഫ്രെയിംസ് പെർ സെക്കൻഡേ ഉള്ളൂ Canon 200Dയിൽ. അതിൽ ആ സെറ്റിങ്സിൽ വെച്ചിട്ട് എടുക്കുക.
അതിനുശേഷം അത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ സ്ലോ മോഷനിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ വളരെ സ്മൂത്തായിട്ടുള്ള സ്ലോ മോഷനിൽ ലഭിക്കും. ഇതാണ് ഈ ഫ്രെയിംസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. സോ ഇത് ഓരോ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, കറക്റ്റ് ഫ്രെയിം റേറ്റ് ലഭിക്കുക, ഏത് മോഡിൽ ഉപയോഗിക്കണം, ഫുൾ HD ഉപയോഗിക്കണം, 4K ഉപയോഗിക്കണോ, HD ഉപയോഗിക്കണോ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ കാർഡിൻ്റെ ടൈപ്പും സൈസും അനുസരിച്ചിട്ട് തീരുമാനിക്കുക. എന്തുമാത്രം ഡ്യൂറേഷൻ വീഡിയോ എടുക്കണം എന്നുള്ളതും ഓർത്തിട്ട് അതനുസരിച്ചിട്ട് നിങ്ങളത് സെറ്റ് ചെയ്യുക. ഒരു ദിവസം ഫുള്ളായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ടൂറിൽ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഫുൾ HD എടുക്കുന്നതായിരിക്കും ഏറ്റവും